മൂസ നബി അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞു. മൂസാനോട് പറഞ്ഞ അള്ളാഹു നിനക്ക് കാണാൻ കഴിയില്ല മൂസാൻ, കാരണം അള്ളാഹു ഇവിടെ ഇല്ല, വെളിവായി ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്കും മൂസക്കും, നിങ്ങൾ തന്നെ മൂസക്കും കാണിച്ചു തന്ന സ്വീകാര്യമല്ല. അങ്ങനെ മൂസ പറഞ്ഞു, അതല്ല, എൻ്റെ ഹൃദയത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി കാണണം റബ്ബേ എന്ന് പറഞ്ഞു. എന്നാ തുഴിച്ചിന മലിന്റെ മുകളിൽ വാന്ന് പറഞ്ഞു. അങ്ങനെ മലന്റെ മുകളിൽ കൊണ്ടുപോയി അള്ളാഹുവിന്റെ തിരുമുഖത്തെ കാണിച്ചു കൊടുത്തു, അല്ലേ മൂസാക്ക്. അപ്പം പണ്ഡിതന്മാര് പറഞ്ഞ മൂസ ബോധം കെട്ട് വീണ്. പക്ഷെ ബോധം കെട്ട് വീണല്ല, ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അള്ളാഹുവിന്റെ തിരുമുഖത്തെ. അതാണ് നൂറുള്ള ആകാശ ഭൂമിയുടെ പ്രകാശം ജ്യോതി എന്നൊക്കെ പറഞ്ഞത്. അതാണ് ഈ പ്രപഞ്ചനാഥന്റെ തിരുമുഖമാണ്. ഞാൻ പറയും ദൈവ മനസ്സാണ് ആ പ്രകാശം. ദൈവത്തിന്റെ മനസ്സിനെ കാണിച്ചു കൊടുത്ത് ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ തിരുമുഖമാണ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം. നിങ്ങൾ ബോധം കെട്ടൊന്നും പോകില്ല, നിങ്ങൾ സ്വീകരിക്കില്ല, വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നില്ല. അങ്ങനെയാണ് വിഷയം. വിശ്വസിച്ചിട്ടെന്താ കാര്യം? മനസ്സിലായി സത്യമാണ്. നിങ്ങൾ ആരോടൊക്കെ പറയും ബാബ സത്യമാണ് ശരിയാണെന്നൊക്കെ, അതൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ നന്നാവലാണ് എൻ്റെ ആവശ്യം. നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ചെയ്യുന്ന യഥാർത്ഥമായി തീരെങ്കിൽ ഞാൻ എപ്പം കാണിക്കും നിങ്ങൾക്ക്. ആയിട്ടില്ല, അല്ല, അതിന് വന്നിട്ടില്ല ഞങ്ങള്, അല്ലേ? അവൻ വന്നിട്ടില്ല, എനിക്കറിയാലോ. നിങ്ങൾ ചില സംശയങ്ങളുണ്ട്, അത് ചോദിക്കാനും മനസ്സിലാക്കാനും ഇവിടെ അടുത്ത് വന്ന പ്രദേശത്ത് വേറെ ആവശ്യത്തിന് വന്നപ്പോ ഇവിടെ അടുത്തല്ലേ ബാബ, ഒന്ന് കയറി ചില സംശയങ്ങൾ തീർക്കാൻ ചെയ്തിട്ട് വന്നതാ. നിങ്ങൾ അതിനായിട്ട് വരുമ്പോൾ ഞാനെല്ലാം കാണിച്ചു തരും. യാഥാർത്ഥമാകാൻ വേണ്ടി വന്നവർക്ക് യഥാർത്ഥത്തെ കാണിച്ചും അറിയിച്ചും അതിലൂടെ രൂപാന്തരപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു കൊടുക്കും.